കാര്യം. എന്താണ് ക്രിപ്റ്റോ കറൻസി എന്ന് നമുക്ക് വേഗത്തിലൊന്ന് പരിശോധിക്കാം. ലളിതമായി പറഞ്ഞാൽ ക്രിപ്റ്റോ കറൻസികൾ ഡിജിറ്റൽ പണമാണ്. അവ കാണാനോ സ്പർശിക്കാനോ കഴിയില്ല. എന്നാൽ അവയ്ക്ക് മൂല്യമുണ്ട്. ഒരു ബാങ്ക് പോലുള്ള കേന്ദ്രീകൃത അതോറിറ്റി ഇതിനില്ല. എന്നാൽ കമ്പ്യൂട്ടർ ബ്ലോക്ക് ചെയിൻ സാങ്കേതികവിദ്യയാണ് ഇവ പിന്തുണയ്ക്കുന്നത്. 2008 ഈ ആശയം സജീവമാകുന്നത്. സദാഷി നൊക്കമോട്ട എന്ന അജ്ഞാത വ്യക്തിയാണ് ഈ ആശയം മുന്നോട്ട് വെച്ചത്. ക്രിപ്റ്റോഗ്രാഫി സംവിധാനത്തിലൂടെയുള്ള ഡാറ്റ മൈനിങ്ങിലൂടെയാണ് ക്രിപ്റ്റോ കറൻസി നിലവിൽ വന്നത്. അതിവേഗത്തിൽ ഇടപാടുകൾ നടത്താൻ കഴിയും. അജ്ഞാതമായ ഇടപാടുകൾ സുരക്ഷിതമായി രാജ്യങ്ങളുടെ അതിർവരമ്പുകളില്ലാതെ ഇടനിലക്കാരില്ലാതെ അതിവേഗത്തിൽ നടത്താം എന്നതാണ് ക്രിപ്റ്റോ കറൻസിയുടെ ഏറ്റവും വലിയ ഗുണവും ദോഷവും. ക്രിപ്റ്റോ കറൻസികൾ നിലവിൽ വന്നിട്ട് അധികം കാലമായിട്ടില്ല. അവയുടെ കൃത്യമായ ഉപയോഗം ഇതുവരെ കണ്ടെത്താനും നമുക്ക് ആയിട്ടില്ല. സ്വർണം, റിയൽ എസ്റ്റേറ്റ് പോലെ ആസ്തികൾ സ്റ്റോർ ചെയ്യുന്നതിനായി ഇതിനെ ഉപയോഗിക്കാം. കൂടുതൽ ആളുകൾ ഈ നാണയങ്ങൾ കൈവശം വയ്ക്കാൻ തുടങ്ങുന്നതോടെ കാലക്രമേണ ഇതിൻ്റെ മൂല്യം വർദ്ധിക്കുമെന്നും ഇത് കൂടുതൽ ഉപയോഗമുണ്ടാകുമെന്നുമാണ് പൊതുവിശ്വാസം. ക്രിപ്റ്റോയുടെ മൂല്യം അവിശ്വസനീയമായി മാറുന്നതാണ് കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ കണ്ടത്. അതാണ് ഇത് കൂടുതൽ ആളുകളെ ഇതിലേക്ക് ആകർഷിക്കുന്നതും. 2009 34 പൈസ മാത്രമുണ്ടായിരുന്ന ബിറ്റ്കോയിൻ്റെ ഇന്നത്തെ മൂല്യം 49 ലക്ഷം രൂപയ്ക്കടുത്താണ്. ക്രിപ്റ്റോ കറൻസികളെ രൂപയിലോ മറ്റേതെങ്കിലും തരത്തിൽ പണമാക്കി മാറ്റാൻ കഴിയുമോ എന്ന ഒരു പ്രധാനപ്പെട്ട ചോദ്യം ഈ സമയത്ത് എല്ലാവരും ഉന്നയിക്കാറുണ്ട്. അത് എളുപ്പത്തിൽ ചെയ്യാനാവും. എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോം ഉപയോഗിച്ച് ഏത് ക്രിപ്റ്റോ കറൻസിയും രൂപയിലേക്കോ കറൻസിയിലേക്കോ നമുക്ക് മാറ്റാൻ കഴിയും. വാലറ്റ് വഴിയോ ബാങ്ക് അക്കൗണ്ട് വഴിയോ ഒക്കെ ഇത്തരത്തിൽ പണമായി എളുപ്പത്തിൽ ലഭിക്കും. ഇനി ക്രിപ്റ്റോ കറൻസികൾ എങ്ങനെ വാങ്ങാം അല്ലെങ്കിൽ എങ്ങനെ നിക്ഷേപിക്കാം എന്നുകൂടി പരിശോധിക്കാം. വിവിധ എക്സ്ചേഞ്ച് പ്ലാറ്റ്ഫോമുകൾ ഉപയോഗിച്ച് ക്രിപ്റ്റോ കറൻസികൾ വാങ്ങാൻ കഴിയും. നിക്ഷേപകർക്ക് ആപ്പ് സ്റ്റോറിൽ നിന്ന് ധാരാളം ആപ്പുകളുണ്ട്. ആ ആപ്പുകൾ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് അതിൽ സൈനപ്പ് ചെയ്ത് KYC പ്രക്രിയകളെല്ലാം പൂർത്തിയാക്കി കഴിഞ്ഞാൽ ഇത്തരത്തിൽ ഇടപാടുകൾ നടത്താൻ കഴിയും. പക്ഷേ ലാഭവും നഷ്ടവും ഒരേപോലെയുള്ള മേഖലയാണിത്. നിലവിൽ ക്രിപ്റ്റോ കറൻസികൾ ഇന്ത്യയിൽ നിയമവിരുദ്ധമല്ല. പക്ഷേ സർക്കാരിൻ്റെ ഒരു തരത്തിലുള്ള നിയന്ത്രണവും